ഫുട്ബോൾ ലോകം വീണ്ടും ഒരു വലിയ ക്ലാഷിനായി കാത്തിരിക്കുകയാണ്. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിനെയും യൂറോപ്പിന്റെ ജേതാക്കളായ സ്പെയിൻ നാഷണൽ ഫുട്ബോൾ ടീമിനെയും കാത്തിരിക്കുന്നത് 2026 ഫൈനലിസമായി എന്ന സൂപ്പർ മത്സരം തന്നെയാണ്. ഈ മത്സരം നടക്കുന്നത് ഖത്തറിലെ ലോക പ്രസിദ്ധമായ ലുസൈൽ സ്റ്റേഡിയം. ഫുട്ബോൾ ആരാധകർക്ക് ഇതൊരു സാധാരണ മത്സരം മാത്രമല്ല, ഇത് യൂറോപ്പും സൗത്ത് അമേരിക്കയും തമ്മിലുള്ള അഭിമാന പോരാട്ടം കൂടിയാണ്. അർജന്റീനയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ പാഷനും അവരുടെ അറ്റാക്കിംഗ് ഫുട്ബോളും മാത്രമാണ്. ലോകകപ്പ് വിജയത്തിന് ശേഷം അർജന്റീന ടീം കൂടുതൽ കോൺഫിഡന്റ് ആയാണ് കളിക്കുന്നത്. അവരുടെ മിഡ്ഫീൽഡും അറ്റാക്കും ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും റേഞ്ചേഴ്സ് യൂണിറ്റുകളിൽ ഒന്ന് മാത്രമാണ്. മറ്റൊരു വശത്താകട്ടെ സ്പെയിൻ നാഷണൽ ഫുട്ബോൾ സ്പെയിൻ ടീമിനെ കുറിച്ച് പറഞ്ഞാൽ ടിക്കി ടാക്ക ഫുട്ബോൾ, പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കുന്ന സ്റ്റൈൽ, യുവതാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ടീമാണ് ഇപ്പോൾ സ്പെയിനിനുള്ളത്. എന്തായാലും അർജന്റീനയെ കുറിച്ച് പറയുമ്പോൾ ഒരു പേരിനെ ഒഴിവാക്കാൻ പറ്റില്ല. അത് മറ്റാരുമല്ല, ഫുട്ബോൾ ലോകത്തിന്റെ മജീഷ്യൻ ലയണൽ മെസ്സി തന്നെ. അർജന്റീന ടീമിന്റെ ഹൃദയം തന്നെയാണ് മെസ്സി. വർഷങ്ങളായി അദ്ദേഹം ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. ലോകകപ്പും കോപ്പ അമേരിക്കയും നേടിയ ശേഷം പോലും മെസ്സിയുടെ പാഷൻ ഇപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ്. ഇത്തരത്തിലുള്ള വലിയ മത്സരങ്ങൾ മെസ്സിയുടെ ഒരു മാജിക്കൽ മൊമെന്റ് മതി കളിയുടെ ഗതി മാറാൻ. ഒരു സാധാരണ ഫ്രീ കിക്ക്, ഒരു അസാധാരണ പാസ് അല്ലെങ്കിൽ ഒരു ഗോൾ, അതിനാൽ പോലും മത്സരം മുഴുവൻ അർജന്റീനയുടെ ശാന്തിയിലേക്ക്. മെസ്സിയുടെ മാജിക് ഉണ്ടാകുമെന്നുമാണ് ആരാധകരുടെ പ്രതീക്ഷ. സ്പെയിൻ ടീമിന് വലിയ ടാലന്റ് ഉള്ള യുവതാരങ്ങൾ ഉണ്ടെങ്കിലും മെസ്സിയെ നിലനിർത്തുന്നത് എപ്പോഴും ഒരു വലിയ ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഒരു സാധാരണ ടീം വേഴ്സ് ടീം പോരാട്ടം മാത്രമല്ല, ഇതൊരു വിധത്തിൽ മെസ്സിയുടെ മാജിക് വീണ്ടും കാണാൻ ലോകം കാത്തിരിക്കുന്ന ഒരു രാത്രി. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഒരു വലിയ ടാക്ടിക്കൽ ബാറ്റിലായിരിക്കും. അർജന്റീനയുടെ പാഷനും സ്പെയിനിന്റെ പാസിംഗ് ഗെയിമും തമ്മിലുള്ള ക്ലാഷ്. ഫുട്ബോൾ ആരാധകർക്ക് മറ്റൊരു ചോദ്യമുണ്ട്, ഈ മത്സരം ആരാണ് ജയിക്കുക? അർജന്റീന വീണ്ടും ലോകത്തോട് അവർ ശക്തി തെളിയിക്കുമോ? അതല്ല എന്നുണ്ടെങ്കിൽ സ്പെയിൻ യൂറോപ്പിന്റെ ശക്തി വീണ്ടും കാണിക്കുമോ? ഈ മത്സരത്തിൽ ഒരൊറ്റ മൊമെന്റും കളിയുടെ വിധി മാറ്റാൻ കഴിയും. ഒരു ഗോൾ, ഒരു മിസ്റ്റേക്ക്, ഒരു മാജിക്കൽ പാസ്. അതുകൊണ്ട് തന്നെ ഫൈനലിസമ പോലുള്ള മത്സരങ്ങൾ എപ്പോഴും സ്പെഷ്യലാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഫുട്ബോൾ ആരാധകരും ഈ മത്സരം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഏത് ടീമാണ് ഫേവറേറ്റ് എന്ന ചർച്ചകൾ എല്ലായിടത്തും നടക്കുന്നു. ഒരു കാര്യം ഉറപ്പ്, ഫുട്ബോൾ ആരാധകർക്ക് ഇതൊരു വലിയ ഫുട്ബോൾ ഫെസ്റ്റിവൽ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അർജന്റീനയാണോ, അതല്ല എന്നുണ്ടെങ്കിൽ സ്പെയിൻ ആണോ ചരിത്രം എഴുതുക? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാകട്ടെ കമന്റ് ബോക്സിൽ അറിയിക്കുക.